പ്രതിഫലം തന്നിടുവാനേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ യാതികൾ തീർന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ യാതികൾ തീർത്തിടുവാ. സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ, സ്വന്ത ജനത്തിനല്ല പല പീഡകൾ ചെയ്തവരെ, വന്നു ബന്ധിതരാക്കിയത് മികളാം അവർക്കന്തം വരുത്തിടുവാ. വന്നു ബന്ധിതരാക്കിയത് മികളാം അവർക്കന്തം വരുത്തിടുവാ. പ്രതിഫലം തന്നിടുവാ യേശുരാജൻ വന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രഭാത ചിന്തയ്ക്കായിട്ട് ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യത്തെ ആസ്പദമാക്കി ഉള്ള ചില കാര്യങ്ങളാണ് ഓർപ്പിപ്പാൻ ആഗ്രഹിക്കുന്നത്. പ്രതിഫലവും പ്രതികാരവും ദൈവത്തിൻ്റെ പക്കലുണ്ട് എന്ന് തിരുവെഴുത്തിലൂടെ ചില കാര്യങ്ങൾ ഓർപ്പിപ്പാനാണ് ഇന്ന് രാവിലെ സമയം ഞാൻ ആഗ്രഹിക്കുന്നത്. വാക്യപ്രകാരമാണ് യഹോവയുടെ അരുളപ്പാട് അബ്രഹാമിന് ഉണ്ടായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ്: അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. എന്നാൽ ഈ ദൈവം തന്നെ ദൈവജനത്തെ ഉപദ്രവിക്കുന്നവർക്ക് നേരെ പ്രതികാരവുമായി ചെല്ലും എന്നുള്ള സത്യം കൂടെ ഏവരും തിരിച്ചറിഞ്ഞിരിക്കണം. തിരുവചനത്തിലൂടെ സംഭവങ്ങൾ ചുരുക്കമായി ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-11 ഇതാ, കൂലി അവൻ്റെ പക്കലും പ്രതിഫലം അവൻ്റെ കയ്യിലുമുണ്ട്. വെളിപ്പാട് പുസ്തകം 22-12 ഇന്ന്, ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തതിന് തക്കവണ്ണം പ്രാപിപ്പാൻ ക്രിസ്തുവിന് ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടിയവർ എന്നുള്ള ഓർമ്മ എല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നാം എന്ത് പ്രവൃത്തി ചെയ്താലും, നല്ലതായാലും തീയതായാലും, എല്ലാറ്റിനും ഒരു പ്രതിഫലമുണ്ട്. നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന ജീവനെ നാം ദൈവിക പാതയിലൂടെ വഴി നടത്തിയാൽ, സൽപ്രവർത്തികൾ ചെയ്താൽ, മറ്റുള്ളവരുടെ കരുണ കാണിച്ചാൽ, ഇതിനൊക്കെയും ദൈവം പ്രതിഫലം നൽകി ആദരിക്കും. അല്ലാത്ത പക്ഷം ഫറവോനെ പോലെ ദൈവനിഷേധിയായി പ്രവർത്തിച്ചാൽ ദൈവം പ്രതികാരം ചെയ്യും എന്ന് അറിഞ്ഞിരിക്കണം. പുറപ്പാട് പുസ്തകത്തിൽ എബ്രായർക്ക് ജനിക്കുന്ന ആൺകുഞ്ഞുങ്ങളെ പ്രസവ സമയത്ത് ശ്വാസം മുട്ടിച്ച് കൊല്ലുവാനും പിന്നത്തേത് നീലനദിയിൽ ഇട്ടുകളവാനും കൽപ്പന കൊടുത്തപ്പോൾ യഹോവ ആരെന്ന് ചോദിച്ച് നിഷേധിച്ച ഫറവോനെ പ്രതികാരം ചെയ്യും എന്നൊരിക്കലും ചിന്തിച്ചിരുന്നില്ല. എബ്രായ പുരുഷപ്രജയെ ശ്വാസം മുട്ടിച്ച് കൊന്നതിൻ്റെ പ്രതികാരമായി മിസ്രൈമിലെ സകല ആദിജാതന്മാരെയും സംഹാരദൂതൻ വന്ന് കൊന്നുകളഞ്ഞു. ഇത് ഫറവോൻ മനസ്സിലാക്കിയപ്പോഴേക്കും സമയം അതിക്രമിച്ചു പോയി. അടുത്ത ഫറവോനുള്ള പ്രതികാരമാണ് ഫറവോൻ്റെ സൈന്യത്തെ മുഴുവനും ചെങ്കടലിൽ മുക്കിക്കൊന്നത്. അതിനുവേണ്ടി ദൈവം ചെയ്ത പ്രവൃത്തി, ജനത്തെ അവർ പോയ വഴിയിൽ നിന്ന് മടക്കി വരുത്തി മിഗ്നോലിനും കടലിനും മധ്യേ ബാൽസെഫോന് സമീപത്തുള്ള പിഹീരോത്തിന് അരികെ പാളയം ഇറങ്ങുവാൻ പറഞ്ഞു. അവിടെ അവർ കുടുങ്ങി എന്ന് ഫറവോൻ ചിന്തിച്ചു. സൈന്യവുമായി വന്നുവെങ്കിലും ഇസ്രായേൽ ജനത്തെ തൊടാതിരിപ്പാൻ ദൈവം അവർക്ക് ഇരുവർക്കും മധ്യേ അഗ്നിസ്തംഭമായി നിന്ന് തടഞ്ഞു. മോശ ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ചെങ്കടലിന് നേരെ വടി നീട്ടി ചെങ്കടൽ രണ്ടായി പിളർന്ന് ഉണങ്ങിയ നിലത്തുകൂടെ ഇസ്രായേൽ ജനം മറുകരയെത്തി. ദൈവത്തിൻ്റെ ഫറവോനോടുള്ള പ്രതികാരത്തിന് വേണ്ടി അഗ്നിസ്തംഭം അവൻ്റെ മുമ്പിൽ നിന്ന് മാറി. ഫറവോൻ്റെ സൈന്യം മുഴുവൻ ചെങ്കടലിൻ്റെ മധ്യത്തിലെത്തിയപ്പോഴേക്കും ദൈവത്തിൻ്റെ ആജ്ഞ അനുസരിച്ച് മോശ പ്രവർത്തിച്ചു. കടൽ ഒന്നായി സകല ഫറവോന്റെ സൈന്യവും ചെങ്കടലിൽ മുങ്ങിത്താണ്. ഇതായിരുന്നു ഫറവോനോട് ദൈവം ചെയ്ത പ്രതികാരം. അടുത്തതായി അമാലേക്യരോട് ദൈവം ചെയ്യുന്ന പ്രതികാരം:
ഇസ്രായേൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു വരുമ്പോൾ വഴിയിൽ വെച്ച് അമാലേക്ക് അവരെ ആക്രമിച്ച് അവരോട് ചെയ്തതന്നെ ഞാൻ കുറിച്ചു വച്ചിരിക്കുന്നു. ആകയാൽ അവരെ നിർമൂലമാക്കുവാൻ ദൈവം കൽപ്പന കൊടുത്തതായി 1 ശമൂവേൽ പുസ്തകം 15:15 പറയുന്നു. പുറപ്പാട് പുസ്തകം 17:17 മോശയോട് ദൈവം പറഞ്ഞത്, നീ ഇത് ഓർമ്മയ്ക്കായി എഴുതി വെച്ച് യോശുവയെ കേൾപ്പിക്കണമെന്ന്. പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിൻ്റെ ജനത്തിന് ദൈവം പ്രതിഫലങ്ങളെ നൽകി ആദരിക്കുമ്പോൾ ദൈവജനത്തിന് ദോഷം ചെയ്യുന്ന ഏത് രാഷ്ട്രമായാലും വ്യക്തികളായാലും ദൈവം പ്രതികാരം ചെയ്യാതെ ഇരിക്കുകയില്ല എന്ന് ഈ സംഭവങ്ങളിലൂടെ അറിയുവാൻ സാധിക്കും. ആകയാൽ ദൈവത്തെ പ്രസാദിപ്പിച്ചും ദൈവജനങ്ങളെ സ്നേഹിച്ചും കരുതിയും പോയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് ഓഹരിക്കാരായിരിക്കും. ദൈവത്തെ നിഷേധിക്കുകയും ചോദ്യം ചെയ്യുവാനും മുന്നേറാതെ ദൈവസന്നിധിയിൽ താഴ്മയോടും വിനയത്തോടും കൂടി ആയിരിക്കാൻ സർവ്വശക്തനായ കർത്താവ് ഏവരുടെയും ജീവിതത്തിൽ കൃപ നൽകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ ചിന്ത ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചന ഭാഗം തുടർന്നും ലഭിക്കുവാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത തിരുവചനവുമായി നമുക്ക് വീണ്ടും കാണാം.